എല്ലാ ജില്ലകളിലും താമരകൾ വിരിയും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ധ്രുവമായി ഭാരതീയ ജനതാ പാർട്ടി മാറും. വിവാദങ്ങളൊന്നും ബി.ജെ.പി സംബന്ധിച്ച് പ്രശ്നമേ അല്ല. ഞങ്ങൾ വന്നതെല്ലാം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തതാണ്. അതൊക്കെ ജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ UDFും LDFും കൂടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അവിടെ എല്ലാം പാലക്കാടൊക്കെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിക്കാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി ജില്ലയിലെ യോഗത്തിൽ 4 MLA-മാരുടെ വാഹനം ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ഒരു വാഹനത്തിന് നേരെയായിരിക്കും. തലസ്ഥാനം വികസിക്കണം. അതുകൊണ്ടാണ് കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നത്. അതുകൊണ്ടാണ് BJPയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിജയിപ്പിക്കാൻ തീരുമാനിച്ചത്. നമസ്കാരം. മറുനാടനൊപ്പം ഇന്ന് ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ NDA സ്ഥാനാർത്ഥിയായ ശ്രീ കരമന ജയനും അതുകൂടാതെ BJPയുടെ നേതാവായ അനിൽ ആൻ്റണിയുമാണ്. ആദ്യം അനിൽ ആൻ്റണിയോട് തന്നെ ചോദിക്കാം. കേരളത്തിൽ ഇപ്രാവശ്യം, അതായത് തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്, വലിയ നേട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാൻ സാധിക്കുമോ? എങ്ങനെയാണ് പ്രതീക്ഷ? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും BJP ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും താമരകൾ വിരിയും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ധ്രുവമായി ഭാരതീയ ജനതാ പാർട്ടി മാറും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചു. മേയറുണ്ടായി, ഡെപ്യൂട്ടി മേയറുണ്ടായി. 1987 അഹമ്മദാബാദിലും ഇങ്ങനെയായിരുന്നു. ഒരു MLA പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് നമ്മൾ കോർപ്പറേഷൻ വിജയിച്ചു. അത് കഴിഞ്ഞ് 28 വർഷമായിട്ട് BJP ഗുജറാത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പ്, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരു പ്ലാറ്റ്ഫോമായി മുന്നോട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് വിജയപ്രതീക്ഷയാണുള്ളത്. ഇന്ന് ഈ സംഘടനാ മണ്ഡലം ഇവിടെ തന്നെ 4 എല്ലാം വിജയിക്കും. ഇത് BJP ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്രുവമായി മാറാൻ പോവുകയാണ്. ഇടയിൽ ചില കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട്, പാലക്കാട് ഉൾപ്പെടെ. അത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ? എങ്ങനെയാണ് ഇതൊക്കെ വെറുതെ അതൊക്കെ ജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ UDFും LDFും കൂടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അവിടെ എല്ലാം പാലക്കാടൊക്കെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിക്കാൻ പോകുന്നത്. ഓക്കെ. ശ്രീ കരമന ജയൻ, 4 MLA-മാരുടെ വാഹനം മാരാർജി ഭവന് മുമ്പിൽ എത്തുമെന്നാണ് മുൻപ് പറഞ്ഞത്. 4 MLA-മാരുടെ വാഹനം BJP ജില്ലാ കമ്മിറ്റി മെയ് മാസം 4-ാം തീയതി നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ 4 MLA-മാരുടെ വാഹനം, മേയറും ഡെപ്യൂട്ടി മേയറുടെ വാഹനം അടക്കമുള്ള വാഹനങ്ങളുണ്ടാകും. അതിന് സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞു, ആ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു, മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും വാഹനങ്ങൾ നിൽക്കുന്നൊരു സാഹചര്യം ജില്ലാ കമ്മിറ്റി ഓഫീസിലും സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലും ഉണ്ടാകുന്നു. അത് നടന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി ജില്ലയിലെ യോഗത്തിൽ 4 MLA-മാരുടെ വാഹനം ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ഒരു വാഹനത്തിന് നേരെയായിരിക്കും. അതിന് സംശയം. ഇതൊരു വികസനത്തിൻ്റെ തേരോട്ടം തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ജനങ്ങൾ വികസനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തലസ്ഥാനം വികസിക്കണം. അതുകൊണ്ടാണ് കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നത്. അതുകൊണ്ടാണ് BJPയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിജയിപ്പിക്കാൻ തീരുമാനിച്ചത്. ചില വിവാദങ്ങൾ അത് BJPയുടെ വോട്ടിനെ ബാധിക്കുമോ? വിവാദങ്ങളൊന്നും BJP സംബന്ധിച്ച് പ്രശ്നമേ അല്ല. ഞങ്ങൾ വന്നതെല്ലാം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തതാണ്. എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ശക്തി BJPക്കുണ്ട്, സംഘടനാ ബലമുണ്ട്, അതോടൊപ്പം ജനങ്ങളുടെ പിന്തുണയുണ്ട്. സെൻട്രലിൽ കടുത്ത മത്സരമാണ്. മത്സരം കടുപ്പമായിരിക്കും, പക്ഷേ ഞാൻ 1-ാം സ്ഥാനത്തെത്തും. BJP ജയിക്കും, താമര വിരിയും. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ വലിയ വികസനത്തിൻ്റെ തേരോട്ടം, വികസനങ്ങൾ ഞാൻ സാധ്യമാക്കും. 5 വർഷം കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ വർഷങ്ങളായി ചെയ്യാത്ത പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും. അതെൻ്റെ ലക്ഷ്യം. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ 5 വർഷം കൊണ്ട് ഇത് പരിഹാരം ഉണ്ടാക്കണം, ജനങ്ങൾക്ക് കൊടുത്ത് ഉറപ്പ് പാലിക്കണം. ആ പാലിക്കാനുള്ള ടെൻഷനാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് ശ്രീ കരമന ജയൻ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 4 MLA-മാരുടെ വാഹനം മാരാർജി ഭവനിന് മുൻപിൽ എത്തിക്കും എന്ന് അദ്ദേഹം ഇതിനു മുൻപും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മളോടും പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.